നമുക്കൊന്ന് കുളിച്ചാലോ? എന്താ കണ്ണുമ്മേ? പതുക്കെ പതുക്കെ. പൊന്നേ ഗൈസ്, റോക്കിക്ക് സിപ്പപ്പ് നിൽക്ക് തരാം. ഇതാണ്ടോ കൂടുതലാണ്, അപ്പോൾ അത് കൊടുക്കാൻ വെച്ചിട്ട്. എൻ്റെ വീട്ടിലൊരു അടിപൊളി ഒരു താരമുണ്ട്. അപ്പോൾ അവനൊന്ന് കാണിച്ചു തരാണ്. അപ്പോൾ അവൻ വന്ന ടൈമിൽ എന്താ പറയുക, മീൻ മുട്ട ഇതൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. അവസാനം ഞാനൊക്കെ ഇങ്ങനെ അനിയൻ ഇടയ്ക്ക് ചെയ്തറിയോ, അവൻ എന്ത് ചോദിച്ചാൽ അവനുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ മേടിച്ചു കൊണ്ടുവരും. പക്ഷേ ഞാനെന്താ വെച്ചാൽ ഞാൻ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റായിരുന്നു. ഞാൻ നാട്ടിൽ പോകുന്ന ടൈമിൽ അവനക്കുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അവനെ ഞാനെന്ത് ചെയ്ത് പച്ച മീനും മുട്ടൊക്കെ തിന്നാൻ പഠിപ്പിച്ചു കൊടുത്ത്. പിന്നെ കുളിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം മടി എൻ്റെ പൊന്നേ. അപ്പം അവനെ കുളിപ്പിക്കുന്നതും അവൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും പിന്നെ അവനായിട്ട് നടക്കുന്ന കാര്യങ്ങളും, പിന്നെ അവനെ ഓവറായിട്ട് ഞാൻ കൊഞ്ചിച്ച് നടക്കില്ല. ഒരു വട്ടം കൊഞ്ചിച്ചതിൻ്റെ എനിക്ക് കിട്ടിയിരിക്കണേ. ഞാൻ രാവിലെ തുമ്മാൻ തുടങ്ങിയ ഞാൻ എത്ര മണിക്കാണ് നിർത്തിയത്? ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തുമ്മൽ നിന്നത്. അത് ഉറങ്ങിയിട്ട് കേട്ടാ. അപ്പോൾ അവനെ അങ്ങനെ ഓവറായിട്ട് പിടിച്ച് കൊഞ്ചിക്കൊന്നുമില്ല. ഞാൻ കൊഞ്ചിക്കുകയാണെങ്കിൽ ഇന്നലെ കുഴപ്പമില്ലാണ്ടൊക്കെ കൊഞ്ചിക്കും. അപ്പോൾ അവരൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ നോക്ക്. അപ്പോൾ അവൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, റോക്കി കേട്ടാ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലൈക്കും കൂടി ചെയ്തോ. പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നീട് എനിക്കത് തിരുത്താനുള്ള ഒരു അവസരം കൊണ്ടാണ് നിങ്ങളുടെ ആ കമൻറ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം ഞാനിപ്പോൾ ഞാൻ പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ പെറ്റ്സിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതായിട്ടുള്ള അറിവ് ഇല്ലായ്മ എനിക്കുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്താലോ. ഞങ്ങളുടെ വീട്ടിലത്തെ താരാണ് റോക്കി കേട്ടോ. അപ്പോൾ ഇവനൊന്ന് കുളിപ്പിക്കണം, പക്ഷേ കുറേ നേരമായി എൻ്റെ മേരിങ്ങനെ വരച്ച് നടക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇവനൊരു പരിപാടി ഉണ്ട്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് ചില ദിവസം പിറ്റേ ദിവസം കയറി വരത്തുള്ളൂ. എങ്ങനെയാലും കയറി വരുവാൾ. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. വാ, അവന് ഞാൻ ഇതാണ്ടോ കൂടുതലാണ്. അപ്പോൾ അത് കൊടുക്കാൻ വെച്ചിട്ട് നിറ അവരുടെ പ്ലേറ്റിൻ്റെ കൂടെ. അതെന്താ അതിൻ്റെ കോല റബ്ബേ, കയ്യിലില്ല. അപ്പം എൻ്റെ ഫ്രീസറിൽ വെച്ചെൻ്റെ ചെറിയൊരു തണുപ്പുണ്ട്, കഴിക്കാൻ മടിക്കണേ. എന്താ അവനൊന്ന് കാറ്റ് ഫുഡ് പോയിട്ട് മേടിക്കണം, കുറച്ചുണ്ട്. തണുപ്പുണ്ടാ? നല്ല എൻ്റെ പൊന്നെ, നല്ല തണുപ്പ്. കഴിക്കണോക്കേ. വേറെ പ്രാവശ്യം ഞാൻ വൈകുന്നേരം പോയിട്ട് മീൻ മേടിച്ചിട്ടില്ല. അപ്പോൾ അവൻ കഴിച്ച് തീർത്ത്. ഏതെങ്കിലും ചെറിയ വിശപ്പുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിപ്പോൾ 2-3 ഇട്ടോ മീൻ ഉണ്ടല്ലേ. നമുക്കൊന്ന് കുളിച്ചാലോ? എന്താ കണ്ണുമ്മേ? എന്താ കണ്ണ് മുഖം വെച്ചേ? എന്താ മുറിയല്ലത്? മുറിയ ഇത് കണ്ണിൽ എന്ത് മുറിയാണോ എന്തോ അറിയില്ല. ഇപ്പം ആരെങ്കിലും അടി കൊണ്ടിട്ട് വരും. നിൽക്കണവിടെ കണ്ടോ? എൻ്റെ കണ്ണുമൊരു ദൈ കിടക്കുന്ന സാധനം കണ്ടോ? ഇതായിരുന്നു എൻ്റെ കണ്ണ് വെച്ച്. പിന്നെ ചെറുതായിട്ടൊരു മുറി കൂടി ഉണ്ട് ഇവിടെ കണ്ടോ. ഇതെന്താ പറ്റി എനിക്കറിയില്ല. അവനെ കുളിപ്പിച്ചിട്ട് 2 ദിവസമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ ചീർപ്പ് കണ്ടവിടെ ഒരൊറ്റ ഓട്ടാ സംഭവം ആൾക്ക് പിടുത്തം കിട്ടി. കാര്യം എന്ന് വെച്ചാൽ ഇവനെ ചീർപ്പ് കളിക്കണം, ഇവനെ കുളിപ്പിക്കാനാണ്. ഇപ്പോൾ 2 ദിവസമായി കുളിപ്പിച്ചിട്ട് വരണം. അപ്പോൾ അതിൻ്റെ രോഗം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ രോഗം ഞാൻ ഈ കുളിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇവനെ എപ്പോഴും എടുത്തെടുക്കണമെന്നേ. ഇപ്പോൾ 2 ദിവസം റിയാസുള്ളപ്പോൾ കുളിപ്പിക്കും. പിന്നെ അവൾക്ക് പേടിയാണ്, അമ്മ പിന്നെ അവർക്കും പേടിയാണ്. അവളുള്ളപ്പോൾ അവനക്ക് ഫ്രീ ടൈമിൽ അവൻ കുളിപ്പിക്കുള്ളൂ. ഇതവൻ ചീർപ്പട്ട. ആഹാ, ഇക്കളേക്ക് കൊല്ലിഞ്ഞനി, ഇക്കളേക്ക് കൊല്ലിഞ്ഞനി ബൊടിഞ്ഞാണ്, ഇക്കളേക്ക് കൊല്ലിഞ്ഞനി.
തൂമിച്ചാവും മോനെ. വേഗമായിട്ട് പിടിക്കൂ. അടിമാ അതിന് ഉപദ്രവിച്ച് കൊല്ലതല്ലേ. പടങ്ങിക്കൂല ചീർപ്പുണ്ടെങ്കിൽ കൂടും. അല്ലോ പക്കയും നേരത്തെ കാണിച്ചില്ലേ. പതുക്കെ പതുക്കെ. ഓ എൻ്റെ പൊന്നേ. അടിയിട്ടിട്ട് അത്രക്ക അവിടെ ഇരിക്കവിടെ അവിടെ ഇരിക്കടാ. അവിടെ ഇരിക്കുക. ആ അങ്ങനെ പറഞ്ഞേക്കണം. അവിടെ അവിടെ ഇരിക്കേ ഇരിക്കവിടെ ഇരിക്കവിടെ അവിടെ ഇരിക്കും. ഇതാണ് അവൻ്റെ ചീർപ്പ്. അവൻ്റെ രോമം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചീർപ്പ് ഇതാണ്. അല്ലേ ഇതവൻ്റെ ചീർപ്പ്. ഇതാണ് അവൻ്റെ ബോഡി വാഷ്. അല്ലേ ബോഡി വാഷ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും. ഇത് ഇതിനാണ്ട് കുറച്ചുകൂടി നല്ല സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെക്കമെൻഡ് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു സാധനം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കറിയാത്തതുകൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാറ്റ്സിനൊക്കെ ഇപ്പോൾ ഇതാ വന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതവൻ്റെ പൗഡറാണ്. അവൻ്റെ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഒരു കയറ് കണ്ടെത്തട്ടെ. എൻ്റെ ഒരു റിബൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെന്താ വെച്ചാൽ ഇപ്പം പുറത്ത് ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ ആരോ അത് എടുത്തതാണ്. ഉണ്ടാ ഓന് വാരി കൊടുത്ത് ഒരച്ചെടുക്കണം. നോക്കിയപ്പോൾ കുളിക്കാൻ ഭയങ്കര മടി കേട്ടോ. ഭയങ്കര സ്നേഹം കേട്ടോ. ഉള്ള പറയാലോ. മാറ് നേരൊക്കെ ചവിട്ടി നോക്കിക്കേ. ഉണ്ടോ അവനെ കുളിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത റോപ്പ് എൻ്റെ കഴുത്തിലിട്ട് കൊടുത്താണ്. എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന അതും മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങില്ല. ഇത് ഓടാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടി. അതുകൊണ്ട് അതുണ്ടോ ഈ സാധനം കുടുങ്ങില്ല. കണ്ടല്ലേ എവിടെ കിട്ട് ഇതിവിടെ കിട്ട് ഉണ്ടോ. ഇവിടെ ഒരു കെട്ടും ഇവിടെ ഒരു കെട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുറുകില്ല. എൻ്റെ കഴുത്തിൽ മുറുകില്ല. ലൂസായിട്ട് കിടക്കും. ഓടി അതുകൊണ്ട് ഞാൻ കയറെടുക്കണുണ്ട്. അപ്പോൾ ഓടി അവിടെ നിന്ന് പാഞ്ഞതാകുന്നുണ്ട്. ഒരു പാത്രമുണ്ട്. ഇന്നത് മതി. കിടക്കണ്ട കുളിക്കാൻ പോകുമ്പോൾ മടിയോ അത്ര ഭയങ്കര അടിയോളും ഭയങ്കര മാറുകൂട്ടിയ അറിയ എൻ്റെ കൈ അടി വെള്ളത്തിൽ മുക്ക് കിട്ടോ ഞാൻ അടങ്ങി
അടങ്ങിക്കടാ. ഒരു ചടങ്ങ് കേട്ടോ. കഴിഞ്ഞോ? ഒന്ന് കുറച്ച് നേരം അടങ്ങി 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 നിക്ക് 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 നിക്ക്. ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് അടങ്ങി. ഇല്ല അവൻ്റെ മേലൊന്ന് തോർത്തി കൊടുക്കട്ടെ. ഇറങ്ങി. അവൻ്റെ മേത്തത്തെ വെള്ളം മിക്കതും തുടച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ ജോലിയാണേ. അവൻ്റെ ജോലി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ഇതാണ് ഇനിയിപ്പോൾ അവൻ ചെയ്യണം കേട്ടോ. ഇത് കണ്ട, ഇനി ബാക്കിയുള്ള ജോലി അവൻ്റെയാണ്. കണ്ട, അവൻ്റെ മേലിൽ മുഴുവനും വൃത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ മണ്ണായിരുന്നു. കണ്ടോ, അവിടെയൊക്കെ മണ്ണായിരുന്നു. ഈ സൈഡിലൊക്കെ അടിഭാഗത്തും ഒക്കെ മണ്ണായിരുന്നു. തല നനച്ചില്ല കേട്ടോ. തല നനച്ച് കഴിഞ്ഞാൽ അവന് തുറത്താനും പറ്റില്ല. ചെവിയിലോട്ട് വെള്ളമായിട്ടില്ല. അപ്പോൾ അവൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് മാത്രമേ അവനെ കുളിപ്പിച്ചിട്ടുള്ളൂ. ഏതായാലും അവൻ തുടക്കട്ടെ. പെറ്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുളിപ്പിക്കുമ്പോൾ അവർക്ക് തണുപ്പ് തട്ടും. ആ തണുപ്പ് തട്ടുന്നത് അവർക്ക് പറ്റണില്ല, വേറെ ഒന്നുമല്ല ഇവർ കുതിർന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡോഗ്സൊക്കെ കുളിക്കുമ്പോൾ അവരൊക്കെ അടങ്ങിക്കണുണ്ടല്ലേ, ഇവർക്ക് അങ്ങനെ വെള്ളം പറ്റത്തില്ല. അപ്പോൾ ഇവർ വെള്ളം ഇങ്ങനെ ചെറിയ ചൂടിലൊക്കെ കുളിപ്പിക്കുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ റൂമിൽ ഇവിടെ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഇവനെ ആ മൂലക്കെ നിർത്തുക. അപ്പോൾ ഉണ്ടോ, ഞാൻ അവിടെ ഇരുന്ന് അവൻ ചെയ്തോളൂ. ഇവിടെ കുറച്ച് ചൂടുണ്ട് ഉണ്ടല്ലേ. ഞാൻ തുടച്ച് അവിടെ ഇരുന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ അതിൽ വാതിൽ ചാരുന്നുണ്ട്. അല്ല പുറത്ത് പോകും. ഗൈസ് ഇത് കണ്ടോ, അവൻ ഫുള്ളായിട്ട് ഇത് കണ്ടു നോക്കിയേ, ഫുള്ള് ഡ്രൈ ആയിട്ടോ, ഫുള്ള് ഡ്രൈ, ഒന്നും പറയില്ല. പിന്നെ ഞാൻ അങ്ങനെ തുറത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തുടച്ച് ഫുള്ള് ഡ്രൈ ആയി അവൻ്റെ ശരീരം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തു. എൻ്റെ ആ ഹീറ്റർ ഇല്ലാത്തതുകൊണ്ടോട്ടോ എനിക്ക് അവനെ ഡ്രൈ ചെയ്യാൻ പറ്റായിരുന്നത്. ഉണ്ടോ, തുള്ളി വെള്ളം ഉണ്ടോ ഇല്ല. അപ്പോൾ അവൻ്റെ ഈ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, റോക്കിക്ക് സിപ്പപ്പ്, ഇതിൻ്റെ കറക്റ്റ് പേരെന്താക്കി പറയാൻ അറിയില്ല, സിപ്പപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കണ്ടോ, അങ്ങനെയുള്ള ഫുഡ് കഴിച്ചാണ് കുറേ കാലമായിട്ട് കൊടുക്കണം തോന്നിയൊരു സാധനം കേട്ടോ അവന്. അപ്പോൾ ഇതൊന്ന് മുറിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗൈസ് പൊട്ടിച്ചിട്ടുണ്ട്. കഴിക്കണില്ല എൻ്റെ കയ്യ്. അതങ്ങനെ
മറ്റേ പാത്രം എടുക്കേ അവന്റെ കഴിക്കുന്ന ഫുഡിന്റെ പാത്രം എടുക്കടി എടി ഇതിനങ്ങനെ കൊടുക്ക തരാ 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 എടുക്ക് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നിക്ക് നീ തരാ അവോ തട്ടോട്ടോ നിക്ക് അവൻ കൊണ്ടുപോയത് ഇതറ കുട്ടിയെ അവൻ ഇത് തട്ടിപ്പറിക്കട്ടോ തട്ടിപ്പറിക്കുക അങ്ങനെ തട്ടിപ്പറിക്കട്ടോ ഇത് അപ്പോൾ കത്രിയായിട്ട് അവൻ്റെ ഒരെണ്ണോട് ഒരു സാധനം അവിടെ ഉണ്ട് ഇത് കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കൊടുക്കണം എനിക്കത് കൊണ്ട് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ആ ഫുഡ് ഞാൻ കൊടുക്കണം അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കണേ അല്ലേ ഇതിന്റെ സ്മെല്ല് കണ്ടു ഇതിന്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ ഒരു ജാതി നമുക്ക് പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് പക്ഷെ എന്നാലും അവർക്ക് ഭയങ്കര പറ്റിയതാണത് ഗൈസ് ഞാനത് അങ്ങനെ കൊടുക്കണ്ട കേട്ടോ അങ്ങനെ കൊടുക്കണ്ടേ ഓ എൻ്റെ പൊന്നോ കടിച്ചോണ്ട് വലിച്ചു കൊണ്ടുക ആ കവറവിടെ കോട്ടാക്കി നക്കി നക്കി തുടച്ചോ കുറച്ചുകൂടി ഉണ്ട് ഇതിൽ അതുകൂടെ കൊടുക്കട്ടെ ഒരു സിപ്പ് കൂടെ കൊടുക്കുക ബാക്കി രണ്ടെണ്ണം കൊടുക്കുക ബാക്കി എടുത്തേക്കാം ഇത് രണ്ട് മൂന്ന് കൂടെ മേടിക്കായിരുന്നു ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ ഇത് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താ ഇവളാട്ടെ എങ്ങനെ ചിരിക്കണത് എന്താ ഇഫൂസ് റിഫ അല്ലേ പൊണ്ണു അല്ല പൊണ്ണു ഇവിടെ കാണിക്കുന്ന ഒരു കൊല്ലം നോക്കിയേ ആ കവർ അങ്ങനെ പിച്ചി ഇതെന്തേ കാട്ടിച്ച് നക്ക് നക്കി തുടക്കി ഗൈസ് സാധനം ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട സാധനം പൊളിച്ചു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴിച്ചോളൂ അടുക്കുണ്ട് ആ പൂച്ചക്ക് ഇങ്ങനത്തെ കൊടുക്കുക ആ ചോദിച്ച മുതൽ ഇതായി കാണുന്നത് ഇത് പൂച്ചയുടെ ഫുഡാ പൊന്നു അതോ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കണ ബിരിയാണിയാ പൂച്ചയുടെ എന്നാ അറിയണ്ടായിരുന്നു കഴിഞ്ഞതാണ് ഇത് മൊത്തം ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ അവൻ്റെ സിപ്പപ്പ് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇതിൽ ഫുള്ളായിട്ട് കൊടുക്കട്ടെ കേട്ടോ മാറടി ഓള് ഉണ്ടല്ലോ ഓള് പറഞ്ഞ ആഴ്ചയിൽ കൊടുക്കണം എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഫുള്ള് പൊട്ടിച്ചു കൊടുക്കാനുള്ള പ്ലാനായിരുന്നു തട്ടിപ്പറിച്ചോണ്ടേ ഗൈസ് ഈ സിപ്പപ്പില്ലേ ആ സാധനമാണ് ഇതിട്ടാ റോക്കി ബാ 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 റോക്കി 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 ഇങ്ങോട്ട് വാ ദാ റോക്കി പാച്ചു എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അവനെ ഇവിടേക്ക് കഴിക്കണേ അടി അപ്പിയല്ലത് സിപ്പപ്പ് ആ പിന്നെ അടി അങ്ങനെ പറയുക പാടോ മോശമല്ലേ പൊന്നു ഇങ്ങനെ സാധനല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫുഡ് കൊടുക്കുന്നത് അവന് എനിക്ക് എങ്ങനെ കൊടുക്കേണ്ടത് പോലും അറിയില്ല പക്ഷെ ഞാനത് രണ്ടെണ്ണം അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്
നല്ല ഹാപ്പി ആയിട്ടാണ് കഴിച്ചത്. പിന്നെ മീൻ ഇവിടെ ഓൾറെഡി കുറേ ഉണ്ട്, അതുകൊണ്ട് തന്നെ മീൻ മേടിക്കണ്ട പറഞ്ഞാൽ മീൻ മേടിച്ച് കൊടുത്തന്നെ. അപ്പോൾ ഗായ്സ്, റോക്കിൻ്റെ വിശേഷം കഴിയുന്നില്ല. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കര കുട്ടിയാണ്. അപ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ ആൾക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ ബൈ.